മൈക്രോബയോളജി ഫീൽഡിൽ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു collegemunshi.com. മൈക്രോബയോളജി എന്നൊരു ഫീൽഡ് പ്രധാനമായിട്ടും ബയോളജി എന്നൊരു ഫീൽഡിന് വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ്. മോളിക്യുലർ ബയോളജി, ജനറ്റിക്, ഇമ്മ്യൂണോളജി എന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ വളരെയധികം ഗെയിൻ ചെയ്തൊരു കോഴ്സാണ് മൈക്രോബയോളജി എന്നുള്ളത് അല്ലെ. ഒരു ബെറ്റർ സ്കോപ്പാണ് മൈക്രോബയോളജിക്ക് ഉള്ളത്. കാരണം മൈക്രോബയോളജി പലതരം ഫീൽഡിലാണ് ഇപ്പോൾ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫാർമസി ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ക്ലിനിക്കൽ റിസർച്ച് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഡയറി ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വാട്ടർ ഇൻഡസ്ട്രി, നാനോ ടെക്നോളജി, കെമിക്കൽ ടെക്നോളജി, ഈ ഫീൽഡിലൊക്കെ മൈക്രോബയോളജി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ ഫീൽഡിലൊക്കെ തന്നെ മൈക്രോബയോളജിസ്റ്റിനെയും ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഫീൽഡിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും മൈക്രോബയോളജിസ്റ്റിന് വളരെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. ഒരു മൈക്രോബയോളജി ഗ്രാജുവേറ്റിന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും, ഫോറൻസിക് സയൻസ് ലബോറട്ടറികളിലും, എൻവയോൺമെന്റ് ഓർഗനൈസേഷനിലും, ഫുഡ് ആൻഡ് ഡ്രിങ്ക് സെക്ടേഴ്സിലും എല്ലാം ഈസിയായി കയറാവുന്നതാണ്. ബിക്കോസ് ഓഫ് മൈക്രോബയോളജി പഠിച്ചതുകൊണ്ട്. നിങ്ങൾക്ക് മൈക്രോബയോളജി എന്നൊരു ഫീൽഡ് കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് UG കോഴ്സ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാൻഡേറ്ററി ആയിട്ട് കുട്ടികൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് BSc മൈക്രോബയോളജി, BSc അപ്ലൈഡ് മൈക്രോബയോളജി, BSc ഇൻഡസ്ട്രി മൈക്രോബയോളജി, BSc ക്ലിനിക്കൽ മൈക്രോബയോളജി എന്നിങ്ങനെ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ നിങ്ങൾ UG കഴിഞ്ഞ് നിങ്ങൾ നിർത്തുകയാണ്, ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം നോക്കുക. ബിക്കോസ് ഓഫ് മാസ്റ്റേഴ്സ് എടുത്താലാണ് നിങ്ങൾക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. സോ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഡ്രോപ്പ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ മാസ്റ്റേഴ്സ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി PG കോഴ്സായി വരുന്നത് MSc മൈക്രോബയോളജി, MSc അപ്ലൈഡ് മൈക്രോബയോളജി, MSc മെഡിക്കൽ മൈക്രോബയോളജി വരുന്നുണ്ട്. ഇപ്പൊ എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ BSc മൈക്രോബയോളജി, അല്ലെന്നുണ്ടെങ്കിൽ BSc ബോട്ടണി, സുവോളജി എന്നിങ്ങനെ കോഴ്സ് എടുത്തവർക്കും മാസ്റ്റേഴ്സ് എടുക്കാവുന്നതാണ്. സോ നമുക്ക് ഈ കരിയർ പാത്തായിട്ട് മെയിൻ ആയിട്ട് രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് ടീച്ചിങ് ഫീൽഡും ഒന്ന് റിസർച്ചിങ് ഫീൽഡും ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ടീച്ചിങ്ങിലാണോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് റിസർച്ചിങ് ഫീൽഡ് ഓഫ് റിസർച്ചിങ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ PhD കൂടി നിങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ നിങ്ങൾ ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മുന്നിൽ. ഫുഡ് മൈക്രോബയോളജിസ്റ്റ് ആവാം, മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റ് ആവാം, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിസ്റ്റ് ആവാം, എൻവയോൺമെന്റൽ മൈക്രോബയോളജിസ്റ്റും ആവാം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഏതൊരു കരിയർ എടുത്താലും നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടി വരും. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. ഇനി ജോബ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് ആവാൻ പറ്റും, ബയോമെഡിക്കൽ സയന്റിസ്റ്റ് ആവാൻ പറ്റും, ഫാർമക്കോളജിസ്റ്റ് ആവാൻ പറ്റും, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിസ്റ്റ് ആവാൻ പറ്റും, പിന്നെ മൈക്രോബയോളജിസ്റ്റ് ആവാൻ പറ്റും. ഈ പറഞ്ഞ പ്രൊഫൈലിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസിലായിക്കോട്ടെ, ഗവൺമെന്റ് ഏജൻസി, ഫുഡ് ആൻഡ് ബീവറേജസ് പ്രൊഡക്ഷൻ, കോസ്മെറ്റിക് ആൻഡ് എൻവയോൺമെന്റ് കൺസൾട്ടിംഗ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസിൽ വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സാലറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പാക്കേജ് സ്റ്റാർട്ടിങ് 5 to 7 ആണ്. ഒരു ഹയസ്റ്റ് പാക്കേജ് വരുന്നത് 11 to 14 ആണ് നിങ്ങളുടെ ഹയസ്റ്റ് പാക്കേജ് വരുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് സാലറി പാക്കേജും കൂടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ച് ചെയ്താൽ മതി. നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ സാധാരണ ഒരു കോളേജ് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ലാബ് ഫെസിലിറ്റീസ് ചെയ്യാം, നിങ്ങൾക്ക് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. സോ നിങ്ങളുടെ എക്സ്പീരിയൻസും കുറയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറയും. നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അവിടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടോ, പിന്നെ അവിടെ പ്ലേസ്മെന്റ് ഉണ്ടോ എന്നാണ്. ഇനി അഡ്മിഷനും മറ്റു എൻക്വയറീസിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.